ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നൊരു വലിയൊരു ബ്രോഡ് സബ്ജക്റ്റിന് ഏരിയയെക്കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. സോ വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ? എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? We know that every business requires finance. Finance is lifeblood of business. For what purpose business requires finance? എന്തിനൊക്കെയാണ് ബിസിനസ് ഫിനാൻസ് വേണ്ടി വരുന്നത്? The first thing it is, it's for its establishment. Then the next need is to carry out its day-to-day operations. ഈ രണ്ട് പേർപ്പസിനാണ്. ഒന്ന് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പിന്നെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ, ഡേ ടു ഡേ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് എപ്പോഴും ബിസിനസ്സിന് ഫിനാൻസ് ആവശ്യമുള്ളത്. വി നോ ദാറ്റ് ദ ഫിനാൻസ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ആൻഡ് ഈ ലോങ് ടേം ഫണ്ട്സും നമുക്ക് ഉണ്ടായിരിക്കാം, ഷോർട്ട് ടേം ഫണ്ട്സും ഉണ്ടായിരിക്കാം. എന്തിനാണ് ലോങ് ടേം ഫണ്ട്സ് ഇൻറ്റൻഡ് ചെയ്തിരിക്കുന്നത്? ലോങ് ടേം ഫണ്ട്സ് ആർ റിക്വയർഡ് ടു ക്രിയേറ്റ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് through purchase of fixed assets such as plant and machinery, building, land, etc. And the investments in the fixed assets represents the part of the firm's capital which is blocked on permanent basis. ഒരു പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു ഫിക്സ്ഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ പറയുന്നു ദ ഫിക്സഡ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ഫോർ ദ പേർപ്പസ് ഓഫ് ദ മെയിൻലി ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പേർപ്പസ് ആൻഡ് ടു ക്യാരി ഔട്ട് ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ദ ബിസിനസ് അഗെയിൻ റിക്വയർസ് ഫണ്ട്സ് ആൻഡ് ദ ഫണ്ട്സ് വിച്ച് ആർ നീഡഡ് ഫോർ ദ ഷോർട്ട് ടേം പേർപ്പസസ് ഓർ ടു മീറ്റ് ദ ഡേ ടു ഡേ എക്സ്പെൻസസ് ഇസ് നോൺ ആസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. അക്കോർഡിംഗ് ടു ഷിപ്പിൻ, ദ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് necessary to cover the cost of operating the enterprise. ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമുള്ള ഫണ്ട്സിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ആൻഡ് അക്കോർഡിംഗ് ടു ജെനസ്റ്റൻബർഗ്, circulating capital, which is also known as the working capital, means current assets of a company that are changed in the ordinary course of business from one form to another, as for example from cash to inventories, ഇൻവെൻട്രീസ് ടു റിസീവബിൾസ്, റിസീവബിൾസ് ടു ഇൻറ്റു ക്യാഷ്. അങ്ങനെ കറണ്ട് അസറ്റ്സിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ആ ഫോം ഓഫ് ഫണ്ട്സിനെ പറയുന്നതാണ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻ ഷോർട്ട് നമുക്ക് പറയാം ദ ഫണ്ട്സ് വിച്ച് ആർ നീഡഡ് ഫോർ ഷോർട്ട് ടേം പർപ്പസസ് ഫോർ ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ഓർ അതർ ഡേ ടു ഡേ എക്സ്പെൻസസ് എക്സെട്ര ഇസ് നോൺ ആസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. Okay, in other words we can say that the working capital refers to the parts of the firm's capital required for financing the short-term or current assets. Then the features of the working capital. What are the important features of the working capital? And as we said earlier, it is the part of total capital required for the day-to-day working of an enterprise. And working capital is the amount invested in current assets. The level of investment in each of the current assets varies from day to day. അതുകൊണ്ട് തന്നെ കറണ്ട് അസറ്റ്സിന് കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് അതിനെ ടേക്ക് കെയർ ചെയ്യണം. ആൻഡ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് എ ഫേം. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരിക്കലും ഷുഡ് നോട്ട് ബി neither too large or not too less. Too low ആവാനും പാടില്ല, large ആകാനും പാടില്ല. It should be an optimal level. And mainly the working capital management involves 3 or 4 management level area: cash management, receivable, payable, as well as the inventory management, as well as the current assets are interrelated to each other. So these are the important features of working capital. Next, what are the components of working capital? Mainly two: the current assets and the current liabilities. Current assets എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. Current assets are those assets which are easily converted into cash within a short period of normally one accounting year. ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന
യൂഷ്വലി അതിൻ്റെ പീരീഡ് 1 year വരുന്നത് വരെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുക. അപ്പോൾ എന്താണ് കറണ്ട് ലയബിലിറ്റി? Current liabilities are those liabilities which are repayable during short period, usually within an year. ഒരു കൊല്ലത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തുന്നതാണ് കറണ്ട് ലയബിലിറ്റീസ്. സോ വാട്ട് ആർ ദ ഐറ്റംസ് ഇൻക്ലൂഡഡ് അണ്ടർ ദ കറണ്ട് അസറ്റ്സ്? ക്യാഷ്, ബാങ്ക് ബാലൻസ്, bills receivable, sundry debtors, short term loans and advances, stock, prepaid expenses. Stock എന്ന് പറയുമ്പോൾ എന്തൊക്കെ സ്റ്റോക്ക് വരാം? Stock of raw materials, stock of work in progress, stock of stores and spares, stock of finished goods, etc. Then prepaid expenses and accrued income. And what about the current liabilities? It includes bills payable, sundry creditors or accounts payable, accrued or outstanding expenses, short-term loans, advances and deposits, dividends payable, bank overdraft, provision for taxation if it does not amount to appropriation of profits. So these are the major components of the working capital. Next come to the concepts of the working capital. Mainly we have two concepts of working capital such as balance sheet concept as well as the operating cycle or circular flow concept. So which are the concepts of working capital? Balance sheet concept and the operating cycle or circular flow concept. And first we are going to study about the balance sheet concept of working capital. So what is known as the balance sheet concept of working capital? Under balance sheet work concept, we have two interpretations of working capital. ഈ ബാലൻസ് ഷീറ്റിൻ്റെ താഴെ നമുക്ക് രണ്ട് ആസ്പെക്റ്റ് രണ്ട് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ദേ ആർ ഫസ്റ്റ് വൺ ഇസ് ദ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് ഒന്നാമത്തെയാണ് ദ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So gross working capital is the capital invested in the total current assets of the enterprise. Total current assets like cash agam, bank deposit, inventory, debtors, investments, prepaid expenses, etc. ഇതൊക്കെ വരുന്നത് തന്നെയാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് നമ്മൾ വരുന്നത്. ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? മേജർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഒന്ന്, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് the correct amount of working capital at the right time. It helps in planning and control of individual current assets, helps to maximize the return on investment, helps in fixation of financial responsibility. ഇതാണ് ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റിലെ ഫസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് net working capital. And what about the net working capital? Net working capital എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ current assets minus current liabilities. Current assets നിന്ന് current liabilities minus ചെയ്യുന്നതിനെയാണ് net working capital എന്ന് പറയുന്നത്. And ഇതിന് വേറൊരു പ്രത്യേകത, net working capital may be positive or negative. When the current assets exceeds the current liabilities, the working capital is positive, and when the current asset is less than the current liabilities, the working capital will be negative. Current liability എന്താണെന്ന് നമുക്കറിയാം. The major benefits എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a qualitative concept which helps to measure the firm's liquidity. It enables the creditors and investors to assess short-term solvency of the firm. It's an indicator of the financial soundness of an enterprise. These are the major benefits of the net working capital. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ്, ദ ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റ്. Under balance sheet concept, we have two interpretations of working capital, which are the gross working capital as well as net working capital. Gross working capital means what? The capital investment in the capital invested in total current assets of the enterprise, whereas net working capital means the difference between the current assets and the current liabilities. Next, we are going to learn about the next concept, that is the operating cycle or circular flow concept. ഈ നമ്മൾ നേരത്തെ പഠിച്ച ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റിലെ
കൂടുതൽ ജനറൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്, ജനറൽ പ്രാക്ടീസിലും യൂസ് ചെയ്യുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കാണുന്നത്. ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നമ്മുടെ നമ്മുടെ യൂഷ്വലി എല്ലാ കോമൺ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഈ നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേംസിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിനെ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഓർ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആയിട്ടും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിനെ ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ usually the net working capital is referred to simply as the working capital. Then coming to the operating cycle or circular flow concept. എന്താണ് circular flow concept? ഒരു circular cycle ഫോർമുലയാണ് ഇത് അല്ലേ. നമ്മൾ പറഞ്ഞു, as we discussed earlier, working capital എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It's a part of the firm's capital which is required for financing the short term or current assets. And ഈ കറണ്ട് അസറ്റ്സിലുള്ള കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം, ഷോർട്ട് ലിവ്ഡ് ആണ്, ചെറിയ ഷോർട്ട് പീരീഡ് ആണ്. സോ അതിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ കറണ്ട് അസറ്റ്സ് വിൽ റിവോൾവ് ഫാസ്റ്റ്. അത് വേഗം ഫാസ്റ്റ്ലി കൺവേർട്ടായി എന്ത് ചെയ്യും? ഈ റിവോൾവ് ചെയ്ത് ക്യാഷിൽ നിന്ന് കൺവേർട്ട് ആയി തുടങ്ങി അത് തിരിച്ച് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വരും. ഓക്കെ, ദ ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ് കീപ് റിവോൾവിംഗ് ഫാസ്റ്റ് and are easily converted into cash, and this cash flows out again in exchange for other current assets. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരുന്ന, റിവോൾവ് ചെയ്ത് വരുന്ന ആ ഒരു ഫ്ലോവിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിവോൾവിംഗ് ഓർ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. റിവോൾവിംഗ് ഓർ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നുകൂടി ഇതിനെ പറയും. ഇത് നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആദ്യം എന്താണ് സംഭവിക്കുന്നത്? ദ സൈക്കിൾ സ്റ്റാർട്ട്സ് വിത്ത്, ആദ്യം ക്യാഷ് ഉണ്ടായിരിക്കും. ക്യാഷിൽ നിന്ന് ആദ്യം എവിടേക്ക് പോകുന്നു? ദ സൈക്കിൾ സ്റ്റാർട്ട്സ് വിത്ത് ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് അതർ സോഴ്സസ്. ആദ്യം പർച്ചേസ് ചെയ്യുന്നു റോ മെറ്റീരിയൽസ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ആഫ്റ്റർ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, then what will happen? It is converted into work in progress. Work in progress lode ആണ്. അതായത് it will be converted into finished goods through the process of work in progress. Through work in progress, it is converted into finished goods through work in progress. Work in progress lode അത് finished goods ലേക്ക് മാറുന്നു. Then finished goods ന് എന്ത് സംഭവിക്കുന്നു? Finished goods is converted into sales, debtors and receivables, and ultimately it is converted into cash. The cash realization ക്ക് മാറും. And this cycle continues again and again. ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആദ്യം റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് ആകുന്നു, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തു, സെയിൽസ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, അഗെയിൻ റിയലൈസേഷൻ ഓഫ് ക്യാഷ്. ഇതാണ് നമ്മുടെ സർക്കുലർ ഫ്ലോ കോൺസെപ്റ്റ്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രയാണ്. രണ്ട് കോൺസെപ്റ്റാണ് നമുക്കുള്ളത്, ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റ് ആസ് വെൽ ആസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ നീഡ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് ഫ്ലോ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ തന്നെ നമ്മൾ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, റിവോൾവിംഗ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, ലിക്വിഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറയും. ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലും വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് അർത്ഥം. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് the working capital is a capital which is required for the day-to-day working of an enterprise. Day-to-day working of enterprise ആവശ്യമുള്ള ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. So thank you.